പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നാണ് നന്ദു ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ നന്ദുവിനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പോകാൻ റെഡിയായി ഇറങ്ങിയതാണ് ആദർശും നയനയും. അപ്പോൾ ആദർശിനോടും നയനോടും എവിടെ പോകുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അനി. അന്നേരം ഈ കാര്യം പറയുന്നു. അന്നേരം ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ജലജ അനിയോട് പറയുവാണ്, എടാ നീ പോയി കൂട്ടിക്കൊണ്ടു അവളെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് പോരെ. അപ്പം 3 പേർക്ക് ഒരുമിച്ച് ഈ വീട്ടിൽ താമസിക്കാം. പിന്നെ അവരുടെ അച്ഛനെയും അമ്മയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദർശം അവർക്ക് എടുത്തു കൊടുത്താൽ ആ വീട് അങ്ങ് ഫ്രീ ആയി കിട്ടും എന്നൊക്കെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നയനോട് പറയുവാണ്, എടി ഇപ്പം ആദർശ് ചെയ്ത പോലത്തെ ഒരു തെറ്റ് അഭയാണ് ചെയ്തിരുന്നത് എങ്കിൽ നവ്യ പണ്ടേ അവളുടെ വീട്ടിൽ പോയേനെ എന്ന് പറയുമ്പം കട്ടക്കലിപ്പിൽ നോക്കുന്ന നമ്മുടെ നയനെ കാണിക്കുന്നുണ്ട്. ഈ നോട്ടം മാത്രമേ ഉള്ളൂ, ഏതായാലും സത്യമൊന്നും വിളിച്ച് പറയില്ല. പിന്നീട് ആദർശ് ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അനിയെ ഒരുപാട് അവോയ്ഡ് ചെയ്താൽ അവൻ ആകെ തകർന്നു പോകും, അല്ലെങ്കിൽ തന്നെ ആകെ തകർന്ന ഒരവസ്ഥയിലാണ് അവൻ എന്നൊക്കെ പറയുമ്പം നന്ദുവും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവനെ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് എനിക്ക് പേടി തോന്നിയിട്ടുണ്ട് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദുവിനെ കൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ആദർശ് ഗോവിന്ദനോട് സംസാരിക്കുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാൻ വലിയൊരു നിസ്സഹായാവസ്ഥയിലാണ്, ഒരു ധർമ്മസങ്കടത്തിലാണ്. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പറയാൻ കാണും, പക്ഷെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ, എനിക്കൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ച് പറയുകയാണ് ആദർശ് ഗോവിന്ദനോട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.